പരവൂരിലെ മോഷണവുമായി ബന്ധപ്പെട്ട് പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു. മോഷ്ടാക്കൾ എത്തിയത് ജലമാർഗമെന്ന് ആലുവ റൂറൽ SP വൈഭവ് സക്സേന ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. പ്രതികൾ ഉടൻ പിടിയിലാകുമെന്നും SP പറഞ്ഞു. SPയുടെ വാക്കുകളിലേക്ക്. ഏത് മാർഗം റോഡ് വഴിയാണ് വന്നിരിക്കുന്നത്? എങ്ങനെയാണ് മനസ്സിലായത്? ഇത് റോഡ് എടുത്തു. പിന്നെ ഈ വീടുകളിൽ പുറകിൽ കുറച്ച് എംടി ലാൻഡ് ഉണ്ടായിരുന്നു, ആദ്യം എടുത്തു. പിന്നെ ഒരു പുറ ഉണ്ടായിരുന്നു, ചെറിയ പുറ. സോ നമുക്ക് കുറച്ച് സംശയമുണ്ടോ, കുറച്ച് നല്ല ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ടോ. ഈ സമയത്ത് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല, പക്ഷേ ഇത് ഉടൻ തന്നെ ഡിറ്റക്ഷൻ ആവും. പ്രതികൾ ഉടൻ തന്നെ നമുക്ക് പിടികൂടാൻ പറ്റുമോ സാറേ? തീർച്ചയായിട്ടും. അതിനുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നോ? തീർച്ചയായിട്ടും. ഓക്കെ. നിലവിൽ പോലീസ് പിടിയിലുള്ള കുറുവ സംഘത്തിലെ പ്രതിക്ക് ഇവരുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആലുവ SP ഓഫീസിൽ പ്രത്യേക സംഘം യോഗം ചേർന്നു. സഹിൻ ആന്റണിയുണ്ട് കൊച്ചിയിൽ വിശദാംശങ്ങളുമായി. സഹിനി, 3 ഇടങ്ങളിലെയും മോഷണം നടത്തിയത് ഒരേ സംഘമാണെന്നാണോ, അതല്ലെങ്കിൽ ഇതിൽ കൂടുതൽ ആളുകളുണ്ടോ? എന്താണ് പോലീസ് പറയുന്നത്? ആതിര, ഇതുവരെ പറവൂർ, അതായത് വടക്കൻ പറവൂരിൽ മോഷണം നടത്തിയിരുന്നത് കുറുവാ സംഘമാണെന്ന് സമ്മതിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ പോലീസിന് ഏറെക്കുറെ പ്രതികളെക്കുറിച്ച് വ്യക്തമായ ധാരണ വന്നിരിക്കുന്നു, അല്ലെങ്കിൽ സൂചന ലഭിച്ചിരിക്കുന്നു എന്നുള്ളൊരു മറുപടിയാണ് ആലുവ റൂറൽ SP നിന്ന് ലഭിക്കുന്നത്. ഉടൻ തന്നെ ഈ പ്രതികൾ പിടിയിലാകുമെന്നും ആലുവ റൂറൽ SP പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഈ പ്രതികൾ വന്നിരിക്കുന്നത് പുഴ മാർഗമാണ്. ഒരു കുറുവാ സംഘത്തിലേക്ക് ഈ സംശയം നീളാതിരുന്നതിന് പ്രധാന കാരണം, കുറുവാ സംഘങ്ങൾ സാധാരണ മോഷണം നടത്തുന്നത് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു 10 കിലോമീറ്റർ അകലം മാത്രമുള്ള ഇടങ്ങളിലായിരിക്കും. പറവൂരിൽ ഇതിനുള്ളൊരു സാധ്യത പോലീസ് കണ്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പോലീസിന് ഏറെക്കുറെ സംശയം കുറുവാ സംഘത്തിലേക്ക് തന്നെ നീളുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ആലുവയിൽ ഈ വടക്കൻ പറവൂരിൽ മോഷണം നടത്തിയിരിക്കുന്ന സംഘം പുഴ മാർഗം എത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർക്ക് മോഷണം നടത്താം, എന്നിട്ട് കടന്നു കളയാമെന്നുള്ളൊരു സൂചനയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. കൂടാതെ കൂടുതൽ ദൃശ്യങ്ങൾ പോലീസിന് ഇത് സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയിൽ മോഷണം നടത്തിയ സംഘം തന്നെയാണോ ഇവിടെയും മോഷണം നടത്തിയത് എന്നുള്ളതിനെക്കുറിച്ച് പോലീസ് സംശയിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസിന് ഏറെക്കുറെ ഒരു വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതികളെക്കുറിച്ച് കൃത്യമായ ഒരു സൂചന പോലീസിന് ലഭിച്ചിരിക്കുന്നു. ഉടൻ തന്നെ ഈ പ്രതികൾ പിടിയിലാകുമെന്ന് തന്നെയാണ് റൂറൽ SP പറഞ്ഞു വയ്ക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ലഭിച്ച ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പരിസരത്തുള്ള മോഷ്ടാക്കൾക്ക് ഈ മോഷണത്തിൽ പങ്കില്ല എന്നുള്ളൊരു സൂചനയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. പകരം കുറുവാ സംഘത്തിലെ പ്രധാനികളായ 2 പേരെ ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൽ സന്തോഷ് സെൽവനെ ഉടൻ തന്നെ പോലീസ് ചോദ്യം ചെയ്യും. വിട്ടയച്ച മണികണ്ഠന് ഈ മോഷണത്തിൽ യാതൊരുവിധ പങ്കുമില്ല എന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആലുവ പോലീസ് മണികണ്ഠനെ കൂടി ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ആതിര. ശരി, സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.